ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ഇതൊരു പുള്ളിയാണ്. പുള്ളി എന്തിന്റെ വെച്ച് കഴിഞ്ഞാല് ഓൾട്ടർനേറ്ററിന്റെ പുള്ളിയാണ്. ഇത് ഓൾട്ടർനേറ്ററിന്റെ പുള്ളിയാണ് ഈ കാണുന്നത്. നമ്മൾ ബാറ്ററിന്റെ ലൈറ്റ് കത്തില്ല. അപ്പൊ നമ്മള് ബാറ്ററിന്റെ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? സാധാരണ ചെയ്യാറ് ഓൾട്ടർനേറ്റർ അയച്ച് പണിയാൻ കൊടുക്കും. പക്ഷെ ഈ ഒരു പുള്ളി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും ആ ഓൾട്ടർനേറ്ററിന്റെ ലൈറ്റ് കത്തിട്ടോ. നമ്മുടെ ബാറ്ററിന്റെ ലൈറ്റ് ക്ലസ്റ്ററിൽ ബാറ്ററിന്റെ ലൈറ്റ് കത്തും. പറയുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് കയറില്ല. സാധാരണ അങ്ങനെ ചെയ്യാറ് നമ്മളെ മാരുതി വണ്ടികൾക്കൊക്കെ. സാധാരണ നമ്മൾ ആ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു പുള്ളി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും ആ ലൈറ്റ് കത്തും. അപ്പൊ ഈ ഒരു പുള്ളി പറഞ്ഞാൽ ഇതിപ്പോ ഇന്നോവൻ ഫോർച്യൂണറിന്റെ ഓൾട്ടർനേറ്ററിന്റെ പുള്ളിയുണ്ടോ. അപ്പൊ ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും നമ്മളെ ബാറ്ററി ചാർജ് ആവില്ല, ഓൾട്ടർനേറ്റ് വർക്കിംഗ് ആവില്ല. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു കേട്ടോ. സാധാ മാരുതിന്റെ പെട്രോൾ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിന്റെ ലൈറ്റ് എത്തിച്ചാൽ ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആവും. ആ ഇതുണ്ടോ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനത്തെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളി കംപ്ലൈന്റ് ഇല്ല. പുള്ളി കംപ്ലൈന്റ് പറഞ്ഞാൽ ഇതിന്റെ ടീത്ത് ഷാർപ്പ് ആവുക, അല്ലാതെ വേറെ കംപ്ലൈന്റ് ഇല്ല. ഇതിന് ഓൾട്ടർനേറ്ററിന്റെ കംപ്ലൈന്റ് വരും. ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് വന്നാലേ ബാറ്ററിന്റെ ലൈറ്റ് കത്തുള്ളൂ. ഇതിന്റെ പുള്ളി കംപ്ലൈന്റ് ആവില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഈ പുള്ളി ഒരു വൺ സൈഡ് പുള്ളിയാണ് കേട്ടോ. ഇത് വൺ സൈഡിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മളെ സൈക്കിളില് ഫ്രീ വീൽ ഉണ്ടല്ലേ, അത് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വെറുതെ ഫ്രീ ആയിട്ട് ഇറങ്ങുള്ളൂ. വണ്ടി മൂവ് ആവില്ല, വെറുതെ അങ്ങനെ ഫ്രീ ആകും. ഫ്രണ്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ മൂവ് ആവുള്ളൂ. അതേപോലെ തന്നെ ഈ പുള്ളി വൺ സൈഡ് ഉള്ളൂ. അത് ഫ്രണ്ടിലേക്ക് മാത്രമേ ഇറങ്ങുള്ളൂ. ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോഴേ ഓൾട്ടർനേറ്റർ ഇറങ്ങുള്ളൂ. ബാക്കിലേക്ക് ഇത് ഫ്രീ ആയിട്ട് ഇറങ്ങുള്ളൂ. അപ്പൊ ഈ പുള്ളി കുറെ കാലം കഴിഞ്ഞാൽ ഇത് കംപ്ലൈന്റ് ആവും. കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലേക്കും ഫ്രീ ആയിട്ടും ബാക്കിലേക്കും ഫ്രീ ആയിട്ട് ഇറങ്ങും. അപ്പൊ ആ സമയത്ത് ഓൾട്ടർനേറ്റർ കറങ്ങില്ല. ഈ പുള്ളി വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഓൾട്ടർനേറ്റർ കറങ്ങില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവില്ല. അപ്പൊ ബാറ്ററിയിലേക്ക് കറണ്ടും കാര്യങ്ങളൊന്നും വരില്ല. ഓൾട്ടർനേറ്റർ വർക്ക് ആകാത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളും വരില്ല. അപ്പൊ ഇതൊരു വൺ സൈഡ് പുള്ളിയാണ്. മെയിനായിട്ട് ഡീസൽ വണ്ടിയിലാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അത് ഓൾട്ടർനേറ്ററിന്റെ പുള്ളി ഇങ്ങനെ വരുന്നത്. നമ്മുടെ മാരുതിന്റെ സ്വിഫ്റ്റ് അതിനൊക്കെ ഇതേപോലത്തെ പുള്ളിയാണ്. ഇന്നോവ, ഫോർച്യൂണർ, അതൊക്കെ ഈ ടൈപ്പ് പുള്ളികളാണ്. വൺ സൈഡ് മാത്രമേ കറങ്ങുള്ളൂ. കണ്ടോ, ഇപ്പൊ ഞാൻ കറങ്ങാൻ സമയത്തുണ്ട് വെറുതെ കറങ്ങുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ കറങ്ങാൻ സമയത്ത് ഈ ഒരു ഇതും കൂടി കറങ്ങും. ഇത് കറങ്ങി കഴിഞ്ഞാലേ ഓൾട്ടർനേറ്റർ കറങ്ങുള്ളൂ. ബാക്കിലേക്ക് ഫ്രീ ആയിട്ട് കറങ്ങും. ഫ്രണ്ട് ലൈറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൂടി ഒപ്പം കറങ്ങും. അപ്പോഴേ നമ്മൾ ഓൾട്ടർനേറ്ററിന്റെ വർക്കിങ് കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇന്നോവ സ്റ്റാർട്ട് ചെയ്യാം, ഇന്നോവ ഫോർച്യൂണർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പുള്ളി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. ഒരു ബെൽറ്റ് പോലത്തെ സൗണ്ട് തോന്നും. ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേക നോയ്സ് കേൾക്കും. ഇപ്പൊ ഈ പുള്ളി കംപ്ലൈന്റ് ആയി കഴിഞ്ഞു ആ സമയത്ത് ബാറ്ററിനെ ചിലത് ലൈറ്റ് കത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇതിന് ഭയങ്കര സൗണ്ട് വരും. സാധാരണ ലൈറ്റ് കത്താറുണ്ട്. ബാറ്ററി ചാർജിങ് നടക്കൂല, മര്യാദ ചാർജിങ് നടക്കൂല. ചിലപ്പോൾ ആ ബെൽറ്റിന്റെ ലോഡിൽ ചിലപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കറങ്ങി കഴിഞ്ഞാൽ ബാറ്ററിയിലെ ലൈറ്റ് കത്തത്തില്ല. അപ്പൊ ഇതാണ് ഈ പുള്ളിന്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. ഇത് വൺ സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൈക്കിളിന്റെ ഫ്രീ വീല് പോലെ വൺ സൈഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് മാത്രമേ കറങ്ങും. ഇങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് നമ്മളെ ഓൾട്ടർനേറ്ററിന്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ കറങ്ങും. അപ്പോഴാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇത് വെറുതെ കറണ്ട് കറങ്ങുള്ളൂ. അതിന് ബെയറിങ്ങിന്റെ ഉള്ളിൽ കംപ്ലൈന്റ് ആയിട്ടാണ്. ഈ ഓൾട്ടർനേറ്റർ കണ്ടോ, ഈ പുള്ളി ഇറങ്ങുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കറങ്ങാനുണ്ടോ, കണ്ടോ, ഇത് കറങ്ങും. ഇത് ബാക്കിലേക്ക് തിരിഞ്ഞാലും ഇത് ബാക്കിലേക്ക് ഇറങ്ങും. അപ്പൊ ഈ ഇതിന്റെ പുള്ളിക്ക് കംപ്ലൈന്റ് വരില്ല. ഇത് രണ്ട് സൈഡിലേക്കും ഒരേപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങിയാലും ഓൾട്ടർനേറ്റർ കറങ്ങും, ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഓൾട്ടർനേറ്റർ കറങ്ങും. അപ്പൊ ഇതിന് കംപ്ലൈന്റ് വരുന്നത് ഇവിടുത്തെ റെക്ടിഫയർ അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡിന് കംപ്ലൈന്റ് വന്നാലേ ഇതിന് ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് വരും. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അത് അയച്ചിട്ട് ഇതിനുള്ള എന്തൊക്കെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഈ പുള്ളിന്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ ഇതിന് ഏകദേശം ഒരു 2800 ഒറിജിനൽ അല്ലാത്തതിന് 2800, 2700, 3000 രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മാറ്റുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റർ അയച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ബോൾട്ട് ഇത് അയക്കാനൊരു ടൂളുണ്ട്. അത് അയച്ചിട്ട് നേരം മാറ്റിയാൽ പറ്റുമോ. ഓൾട്ടർനേറ്റർ ഫുള്ളായിട്ട് അയച്ച് പറിച്ചു കൊടുക്കാൻ വേണ്ട ഈ ഒരു പുള്ളി മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ വീഡിയോ കാണുന്നോട് പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ വീഡിയോ ഉണ്ട് നമുക്ക് വീണ്ടും